ഹായ്, സത്യ ടീച്ചറാണ്. ഞാൻ ഇന്ന് പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇതാ, കാലിൻ്റെ മുട്ടുവേദന സഹിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഓപ്പറേഷൻ വരെ പറഞ്ഞതാണ്. ഞാൻ ആ ഓപ്പറേഷത്തിന് ഡേറ്റൊക്കെ വാങ്ങി വീട്ടിൽ വന്നിരുന്ന് പിന്നെ നടക്കാനൊന്നും വയ്യ. മുട്ട് വേദനിച്ചിട്ട് തീരെ ഒരടി വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളും അത് ഒന്ന് ഷെയർ ചെയ്യുക. ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനെടുക്കുന്നത് ഏത് കുഴമ്പായാലും മതി. ഞാനെടുക്കുന്നത് മുഴുവെണ്ണയും പിന്നെ കർപ്പൂരാതി തൈലുമാണ് ഞാനെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് മുരിങ്ങേൻ്റെ ഇല, മുരിങ്ങേൻ്റെ ഇല, പുളീൻ്റെ ഇല, പിന്നെ കുരുമുളകിൻ്റെ ഇല, കുരുമുളക് വള്ളിയില്ലേ അതിൻ്റെ ഇലയും, പിന്നെ എരിക്കിൻ്റെ ഇല കിട്ടിയാൽ നല്ലതാണ്. എരിക്കിൻ്റെ ഇല എനിക്കിവിടെ കിട്ടലില്ല. അതുകൊണ്ട് ഞാൻ ഈ 3 ഇലകളാണ് എടുക്കൽ. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കിഴി കെട്ടുക, 2 കിഴി കെട്ടുക. 2 കിഴി ഇത് എടുത്തിട്ട് ഞാൻ കെട്ടിയ കിഴിയാണ് കേട്ടോ അത്. എന്നപ്പോൾ 2 കിഴി കെട്ടിയിട്ട് രാവിലെ എന്ത് ചെയ്യണം, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഈ 2 തൈലും കുറച്ച് മിക്സ് ചെയ്യുക. ഒരു പാത്രത്തിൽ, നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക, അതിനായിട്ടൊരു പാത്രം എടുക്കുക. ഞാനെടുത്ത പാത്രമാണ് കേട്ടത്. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ 2 കുഴമ്പും വെച്ച് ചകിരി കത്തിക്കും. ഞാൻ ചകിരി കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെക്കും. പാത്രം വെച്ച് അതിലേക്ക് കുഴമ്പ് ഒഴിച്ച് ആ കുഴമ്പ് ചൂടായി വരുമ്പോൾ ഈ ഓരോ കിഴിയും ആ കുഴമ്പിൽ മുക്കിയിട്ട് നല്ല കാലുകൊണ്ടാണ്ട് ഒഴിയും. നല്ലോണം ഒഴിയും, കാലിൻ്റെ താഴെ വരെ ഒഴിയുക. നമുക്ക് മുട്ടുവേദന മാത്രമല്ല, ഊരവേദനയ്ക്കാണെങ്കിലും ഊരയ്ക്കാണെങ്കിലും ഈ കിഴി പിടിച്ച് കൊടുത്താൽ നല്ല സമാധാനം ഉണ്ടാവും. കൈവേദനയ്ക്കായാലും എവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും അത് കിഴി പിടിച്ച് കൊടുത്താൽ നല്ല വേദനയ്ക്കുള്ള കുറവുണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി.